ഇന്നത്തെ വീഡിയോ ഫങ്ഷണൽ അറബിക് എന്ന ബുക്കിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്. ഇതില് ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിലെ കുറെ വേർഡ്സിന്റെ മീനിങ്, അതായത് നമുക്ക് വളരെ ഈ അറബി ഭാഷ പഠിക്കുന്നതിൽ വളരെ ഉപകാരപ്പെടുന്ന വളരെയധികം മീനിങ്സ് ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. മീനിങ്സ് ഒക്കെ ഇംഗ്ലീഷിലാണ്, പക്ഷെ എന്നാലും ഇവിടെ മസ്ഊലിയാത്തു ദൗരിയ എന്ന് പറഞ്ഞാൽ റിക്കറിങ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ റിക്കറിങ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ ഷുഊറുൽ ജയ്യിദ് ഗുഡ് ഫീലിംഗ്, ഇങ്ങനെയുള്ള വാക്കുകൾ. തഫ്ലീലുൽ കസ്ല്, പ്രിഫറിങ് ലേസിനെസ് എന്ന് പറഞ്ഞാൽ മടിയെ നമ്മൾ മുൻഗണന രൂപത്തിൽ കാണുക, അതാണ് തഫ്ലീലുൽ കസ്ൽ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള വളരെയധികം വേർഡ്സ് അതിന്റെ മീനിങ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊരു പാസേജ് ആണ്. ഇവിടെ നമ്മൾ തുടങ്ങാം. ഹൽ ഖലൈത ഇജാസത്തൻ സഈദത്തൻ. ഹൽ ഖലൈത ഇജാസത്തൻ, വെക്കേഷൻ. ഇജാസ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ. വെക്കേഷൻ നീ ചെലവഴിച്ചുവോ? സഈദത്തൻ, വളരെ ഹാപ്പി ആയിട്ട്. ഹൽ ഖലൈത ഇജാസ സഈദത്തൻ. പിന്നെ ഇനിയിപ്പോ അതാണ് ഇതിന്റെ ഹെഡിങ്. പിന്നെ മിൻ ഖിലാലി ദിറാസത്തി ഹാദിഹിൽ വഹദ. ഈ യൂണിറ്റ് പഠിച്ചാൽ ഒരു വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന എന്തൊക്കെയാണെന്നാ പറഞ്ഞത്. അത്താറഫു അലാ ബഅദി അത്തആബീരി വൽ മുഫ്രദാത്തിൽ മുതഅല്ലിഖത്തി ബിൽ ഇജാസ. വെക്കേഷൻ എന്നുള്ള വിഷയത്തെ അനുബന്ധിച്ചിട്ടുള്ള കുറെ വേർഡുകള്, അതുപോലെ കുറെ എക്സ്പ്രഷൻസ് ഒക്കെ ഇതിൽ നിന്ന് പരിചയപ്പെടാം. പിന്നെ അത്തഅബീർ അനിൽ ഹവായാത്ത്. ഹവായാത്ത് എന്ന് പറഞ്ഞാല് ഹോബീസുകളെ കുറിച്ചുള്ള എക്സ്പ്രഷൻസ്. പിന്നെ അത്തഹാവറു ഫിൽ അറബിയ, അറബി ഭാഷയിലുള്ള സംഭാഷണം. ഫിൽ മുനാസിബാത്തി ദിറാസിയത്തിൽ മദ്രസിയ, സ്കൂൾ പഠനത്തിനോട് അനുബന്ധിച്ചുള്ള അറബി ഭാഷയിലെ തഹാവർ, സംഭാഷണം. ഇസ്തിഅമാലു അദവാത്തിൽ ഇസ്തിഫാമിൽ മുഖ്തലിഫ ഫിൽ അറബിയ, അറബി ഭാഷയില് വ്യത്യസ്തങ്ങളായ ചോദ്യ വാക്കുകളെ ഉപയോഗിക്കാൻ പഠിക്കാം. ലമീറുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ലമീർ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ എലമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് എന്നുള്ള ലെസണിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ലമീർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷിലെ അർത്ഥം പ്രൊനൗൺ എന്നാണ്. അതായത് ഒരു നൗണിന് പകരം വരുന്ന, ഒരു നാമത്തിന് പകരം വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആനയെ സംബന്ധിച്ച് ഇത് എഴുതുകയാണെങ്കിൽ ആദ്യം ഒരു ആന എന്ന് പറയും, പിന്നെ ആന എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അതിന്റെ എന്നൊക്കെ നമ്മൾ പറയുക. അതാണ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ലമീർ. അപ്പൊ അങ്ങനെയുള്ള ലമീറുകളെ സംബന്ധിച്ചും അത് ഇസ്തിഅമാല്, അതിന്റെ ഉപയോഗത്തെ സംബന്ധിച്ചും നമുക്ക് ഈ യൂണിറ്റിൽ നിന്ന് പഠിക്കാം. പിന്നെ അൽ ഇജാസ എന്ന് പറയുന്നത്, വെക്കേഷൻ എന്ന് പറയുന്നത് കലിമത്തുൻ ദാത്ത വഖയിൻ സെഹരിയൻ, അതൊരു മേജിക്കൽ ഒരു വേർഡാണ്. മുഹബ്ബിബുൽ ലിൽ ജമീഅ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാന്ത്രിക വേർഡായിട്ടാണ് മാന്ത്രിക വാക്കായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഇജാസ നമുക്ക് അത്ര കാര്യമായിട്ട് തോന്നില്ലെങ്കിലും വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട ജോലികള് നിത്യം ചെയ്യുന്നവർക്ക് ഈ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു കാര്യമാണ്. അതൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ഈ ഇജാസ, അൽ ഇജാസ, വെക്കേഷൻ. ഫൽകുല്ലു, എല്ലാവരും യന്തളിറുഹ, അതിനെ കാത്തിരിക്കുന്നു. മിൻ വക്തിൻ ലി ആഖിറിൻ, ടൈം ടു ടൈം. മിൻ വക്തിൻ ലി ആഖിറി എന്ന് പറഞ്ഞാല് ടൈം ടു ടൈം എന്നർത്ഥം. വഹയാനൻ, പലപ്പോഴും ബിഫാരിഹ സബരി എന്ന് പറഞ്ഞാല് ക്ഷമ നശിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെയധികം ആകാംക്ഷയോടുകൂടി ആ ഇജാസ, ആ വെക്കേഷന് വേണ്ടി കാത്തിരിക്കുന്നു. ലി കസ്രി ഹാലത്തിൽ മലലി, ബോർഡം, അതായത് ബോറായിരിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, അതിനെ
ഇല്ലാതാക്കാൻ വേണ്ടി, പിന്നെ തഹല്ലുസി രക്ഷപ്പെടാൻ വേണ്ടി, മിനൽ മസ്ഊലിയാത്തി ദൗരിയത്തി റിക്കറിങ് റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഓഫീസിലെ ജോലിയാണെങ്കിൽ അതൊരു ഒരു റൂട്ടീൻ ജോലിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഈ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് കുറച്ചു നേരം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ ഒക്കെ ഉള്ള ഒരു കാര്യമാണ് ഈ ഇജാസ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നാ പറയുന്നത്. പിന്നെ വശോറുൽ ജയ്യിദു, അതായത് ഗുഡ് ഫീലിംഗ് തിജാഹൽ ഇജാസത്തി, വെക്കേഷന് നേരെയുള്ള ഈ ഗുഡ് ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ഒരു നല്ല കാര്യമാണെന്നുള്ള ഈ ഒരു ഗുഡ് ഫീലിംഗ്, അത് ലായാനി, അത് അർത്ഥമാക്കുന്നില്ല, അത് ഉദ്ദേശമാക്കുന്നില്ല മുത്തലക്കൻ അറ്റോൾ, തീരെ തന്നെ അത് അതൊരു അർത്ഥമാക്കുന്നില്ല. എന്ത് തഫ്ലീലുൽ കസ്ലി, ഗസലിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുക, മടിയെ പ്രിഫർ ചെയ്യുക എന്നുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല. വാദമുൽ ജദിയത്തി, അല്ലെങ്കിൽ സീരിയസ്നെസ് ഇല്ല, ജോലിയിൽ സീരിയസ്നെസ് ഇല്ല എന്നുള്ള ഒരു കാര്യമാക്കി കണക്കാക്കേണ്ടതില്ല. വർറഗ്ബത്ത് ഫിൽ ഹുറൂബി മിനൽ വാജിബാത്തി, വാജിബാത്തിൽ നിന്ന് ഒരു ഓടാനുള്ള ആഗ്രഹം എന്നുള്ള നിലക്കും അതിനെ കണക്കാക്കേണ്ടതില്ല. പിന്നെ എന്താണ് കണക്കാക്കേണ്ടത്? ബൽ, എന്നാൽ ഹുവ, ആ ഹാലത്തുൻ, അതൊരു അവസരമാണ്, തബീയത്തുൻ, ഒരു പ്രകൃതിദത്തമായ ഒരു ഹാലത്താണ്, ഒരു സ്ഥിതിവിശേഷമാണ്. താക്കിസു, അത് റിഫ്ലക്ട് ചെയ്യും, അത് പ്രതിഫലിക്കും. മുത്താലിബത്ത അജ്ഹസത്തിൽ ജസ്മി, അതായത് ശരീരത്തിന്റെ പല ഓർഗൻസ് ഉണ്ടല്ലോ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ ബ്രെയിന്, അങ്ങനെയുള്ള പല സിസ്റ്റത്തിന്റെയും ഡിമാൻഡ് അതില് പ്രതിഫലിക്കുന്നു. ഈ ഇജാസത്ത് വേണം എന്നുള്ള ആ കാര്യത്തില് ഇതിന്റെ ഒക്കെ ഡിമാൻഡാണ് അത്. അതായത് കുറച്ച് ദിവസം ബിത്തവഖുഫി, അത് ഒന്ന് പോസ് ചെയ്യാൻ വേണ്ടി, ഒന്ന് നിർത്താൻ വേണ്ടി, ഇങ്ങനെയുള്ള ഈ അവയവങ്ങളുടെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ അധികമായിട്ടുള്ള ആ പ്രവർത്തനം കുറച്ചെങ്കിലും ഒന്ന് പോസ് ചെയ്തിട്ട്, കലീലൻ, കുറച്ചെങ്കിലും ഒന്ന് പോസ് ചെയ്തിട്ട്, ഷഹനി താക്കത്തി മിൻ ജദീദിൻ, പുതുതായിട്ടുള്ള ഒരു ഇന്ധനം, ഒരു ഊർജം ലഭിക്കാൻ, പുതുതായിട്ട് ഒരു ഊർജം ലഭിക്കാൻ ഈ ഇജാസ എന്ന് പറയുന്ന ഈ വെക്കേഷൻ എന്ന് പറയുന്ന ഈ ഒഴിവു സമയം, ആ സമയം വളരെ ഉപകാരപ്രദമാകും എന്നാണ് പറയുന്നത്. പിന്നെ തുഷീറോ സൂചിപ്പിക്കുന്നത് ദിറാസത്ത് ഇൽമിയത്തുൻ ഹദീസ, അതായത് മോഡേൺ സയൻസ് സ്റ്റഡി, മോഡേൺ സ്റ്റഡീസ് സൂചിപ്പിക്കുന്നു. ഇല അന്നൽ ഇജാസ, വെക്കേഷൻ എന്ന് പറയുന്നത്, ഹിയ, അത് അത്തരീഖത്തുൽ മുസ്ല, അതൊരു മോഡൽ, ഒരു മാതൃക വേ ആണ് എന്ന് പറഞ്ഞാൽ ഒരു വഴിയാണ്. എന്തിനിൽ തഹ്സീനിൽ അതാ, ഈ പെർഫോമൻസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ, ഒന്ന് നന്നാക്കാൻ ഉള്ള ഒരു വഴിയാണ് എന്നാ പറയുന്നത്. അതായത് ഈ വെക്കേഷൻ കഴിഞ്ഞ് ചെന്നാൽ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. നമ്മുടെ പെർഫോമൻസ്, പിന്നീടുള്ള പെർഫോമൻസ്, പിന്നെ കുറച്ച് കാലത്തേക്ക് നല്ല പെർഫോമൻസ് ആയിരിക്കും. പിന്നെ ഒരു അവധി കിട്ടാൻ ഉള്ള ആ ഒരു ഇത് മനസ്സിൽ വരുന്നവരെ തഹ്സീനിൽ അദാഇൽ ഇദ്റാക്കിൽ ഇൻസാനി, അതായത് മനുഷ്യന്റെ സൈക്കോളജിക്കൽ പെർഫോമൻസിനെ ഒന്ന് നന്നാക്കാൻ വേണ്ടി ഉള്ള ഒരു വേ ആണ്, ഒരു വഴിയാണ് ഇജാസ എന്ന് പറയുന്നത്. പിന്നെ അത് ഫഹിയ ലൈസത്ത് മുജറദ് വക്തിൻ ബി ഖളിയത്ത് യഖ്ളിഹി, അത് ഒരു വെറുതെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു നിലയ്ക്കല്ല.
മുതവഖിഫൻ അൻ അദാഇ മാ അഅ്താദ ഫഅലുഹു ബിശക്ലിൻ ആമിൻ. ഒരു സാധാരണ നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആ ചെയ്തിട്ട് അതിനെ ചെയ്യുന്നതിനെ നിർത്തി എങ്ങനെയും സമയം ചെലവഴിക്കുക എന്നുള്ളതല്ല. ബൽ എന്നാൽ ഇന്നഹ അത് ദാത്തു തഹസീരിൻ കബീരിൻ, അത് വളരെയധികം എഫക്റ്റ് ഉള്ളതാണ്. ഇപ്പൊ മുഹിമ്മിൻ വളരെ പ്രധാനമായും അത് വളരെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അല സിഹത്തിൻ നഫ്സിയ, അതായത് മെന്റൽ ആരോഗ്യത്തെ, വൽ അഖ്ലിയ ബുദ്ധിപരമായും, വൽ ജസദിയ ഫിസിക്കലായും. അതായത് നഫ്സിയ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ, അഖ്ലിയ എന്ന് പറഞ്ഞാല് ഇന്റലക്ച്വൽ, ജസദിയ എന്ന് പറഞ്ഞാല് ഫിസിക്കൽ. അപ്പൊ ഫിസിക്കലും ഇന്റലക്ച്വലും സൈക്കോളജിക്കലുമായ ആരോഗ്യത്തിന്, മനുഷ്യന്റെ ആരോഗ്യത്തിന് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വൽ വഖ്തുല്ലദീ നഖ്ലീഹി, നമ്മൾ ചെലവഴിക്കുന്ന ആ സമയം, ഫിൽ ഇജാസത്തി ഇജാസയില്, വെക്കേഷനില്, അത് യുസായിദു അത് സഹായിക്കുന്നു, അലൽ ഹദ്ദി ടു ലിമിറ്റ്, മിനൽ അമലിയാത്തിൽ ബയോളജിയ അൽ അർറ അൽ മുർത്തബിത്ത ബിൽ തവത്തുരി, മിനൽ അമലിയാത്തിൽ ബയോളജിയ ബയോളജിക്കൽ അള്ളാറത്തി, അതായത് ഉപദ്രവകാരികളായ നമ്മുടെ ബയോളജിക്കൽ പെർഫോമൻസിനെ അത് ലിമിറ്റ് ചെയ്യുന്നു. അൽ മുർത്തബത്തി ബി തവത്തുരി, അതായത് സ്ട്രെസ്, തവത്തുർ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കാരണമായിട്ട് ഉണ്ടാകുന്ന നമ്മുടെ ആ ഉപദ്രവകാരികളായ ആ പ്രവർത്തനങ്ങളെ അത് ലിമിറ്റ് ചെയ്യുന്നു, അത് ലിമിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. യുസായിദു അലൽ ഹദ്ദി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അല്ലാറത്ത് എന്ന് പറഞ്ഞാൽ ഉപദ്രവകാരിയായ, ഹാംഫുൾ. അൽ മുർത്തബത്തി തവത്തുരി, തവത്തുർ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്. ഞാൻ അതിന്റെ അർത്ഥമൊക്കെ അവിടെ താഴെ എഴുതിയിട്ടുണ്ട്. വഹുവ അത് യൻഅക്സുബിൽ ഈജാബി, അത് പോസിറ്റീവായിട്ട് റിഫ്ലക്ട് ചെയ്യും, പ്രതിഫലിക്കും. അല സിഹത്തിൽ അമ്മത്തി ലിൽ ഇൻസാനി, മനുഷ്യന്റെ ഓവറോൾ ആരോഗ്യത്തിന്മേൽ, അതായത് ഓവറോൾ ഹെൽത്തിന്മേൽ അത് പോസിറ്റീവായി പ്രതിഫലിക്കും ഈ വെക്കേഷൻ എന്നുള്ളത്. ഇപ്പൊ കുല്ലമ ഇബ്തദഅന അൻ മശാഇലിൽ ഹയാത്തി വ മസ്ഊലിയാത്തിഹ, കുല്ലമ എന്ന് പറഞ്ഞാല്, കുല്ലമ ഇബ്തദഅന എന്ന് പറഞ്ഞാൽ നമ്മള് വിദൂരത്താകുമ്പോഴെല്ലാം, നമ്മള് എന്ന് പറഞ്ഞാൽ അൻ മശാഇലിൽ ഹയാത്തി, ജീവിതത്തിലുള്ള ആ ജോലികളിൽ നിന്ന് മസ്ഊലിയാത്തിഹ, അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നമ്മൾ വിദൂരത്ത് ആകുമ്പോഴെല്ലാം, എന്നിട്ട് ബഹസ്ന നമ്മള് അന്വേഷിക്കുമ്പോൾ, അനിൽ ഇസ്തിർഹാഇ വിശ്രമിക്കാൻ, ലിബാദിൽ വക്തി കുറച്ചു നേരം നമ്മള് ആ ഉത്തരവാദിത്തങ്ങളും ആ ജോലികളും ഒക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ചു നേരം നമ്മള് കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാൻ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തഗയ്യുറാത്തിന് ഈജാബിയ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, തഗയ്യുറാത്തിന് ഈജാബിയ. അപ്പൊ അതാണ് ലെസൺ. ഇനി ക്വസ്റ്റ്യൻസ് ആണ്. കൈഫ ഖളൈത ഇജാസത്തക സൈഫിയൽ അഖീറ, കൈഫ ഖളൈത നീ എങ്ങനെയാണ് ചെലവഴിച്ചത്, ഇജാസത്തക്കൽ അസ്സൈഫിയ, അതായത് സമ്മർ വെക്കേഷൻ. അസ്സൈഫിയ എന്ന് പറഞ്ഞാല്
സമ്മർ വെക്കേഷൻ എങ്ങനെയാണ് നീ ചെലവഴിച്ചത് അൽ അഖീറ കഴിഞ്ഞ പ്രാവശ്യം? പിന്നെ ഒമാഹിയൽ അമാലുല്ലത്തി കുന്തബിഹ, എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് നീ ഏർപ്പെട്ടത്? കുന്തബിഹ, നീ ഏർപ്പെട്ടത്. വൽ ഹവായാത്തി, ഹോബീസ്, എന്തൊക്കെ ഹോബീസിലാണ് നീ ഏർപ്പെട്ടത്? അല്ലത്തി ഇസ്താലത്ത് ബിഹ ഫി ഹാദിഹിൽ അയ്യാമി, ഈ ഈ ദിവസങ്ങളിൽ, ഈ വെക്കേഷന്റെ ദിവസങ്ങളിൽ നീ ചെയ്ത ഹോബീസ്, അതുപോലെ മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. മാതാ തുഷ്ഇറു, മാതാ തഷ്ഇറു, ഷാഇറ യഷ്അറു, മാതാ തഷ്അറു അൻ ഹയാത്തിക, നിന്റെ ഫി ഫത്രത്തിൽ ഇജാസത്തി, ഈ വെക്കേഷന്റെ സമയത്തുള്ള ഈ കാലഘട്ടത്തിലെ നിന്റെ ജീവിതത്തെ കുറിച്ച് നിനക്ക് എന്താണ് തോന്നുന്നത്? മാതാ തഷ്അറു, നിനക്ക് എന്താണ് തോന്നുന്നത്? അൻ ഹയാത്തിക, നിന്റെ ജീവിതത്തെ കുറിച്ച്, ഫി ഫത്രത്തിൽ ഇജാസത്തി, ഈ വെക്കേഷന്റെ സമയത്തിലുള്ള നിന്റെ ജീവിതത്തെ കുറിച്ച് നിനക്ക് എന്താണ് തോന്നുന്നത്? അപ്പൊ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിന്റെ അർത്ഥങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ പഠിക്കാം. പിന്നെ ഇനി അൽ ഹിവാർ, ഒരു സംഭാഷണമാണ്. ഫിൽ ഇസ്തിറാഹത്തി സബാഹ സബത്തി, വിശ്രമ സമയത്ത്, സബാഹ സബത്തി, ശനിയാഴ്ച രാവിലെ. ഇസ്തമാഅത്ത് തിൽമീദാത്ത്, ഇന്റർവെല്ല്. ഫിൽ ഇസ്തിറാഹ, ഇവിടെ ഇസ്തിറാഹയ്ക്ക് ഇന്റർവെൽ എന്നുള്ള അർത്ഥമാണ്. ഇന്റർവെല്ല് സബാഹ സബത്തി, ശനിയാഴ്ച രാവിലെ. ഇസ്തമാഅത്ത് തിൽമീദാത്ത്, വിദ്യാർത്ഥിനികൾ ഒരുമിച്ചുകൂടി. ഹവല മുഅല്ലമത്തിഹിന്ന, അവരുടെ ടീച്ചറുടെ ചുറ്റും. അൽ ഉസ്താദ ഫാത്തിമ, ആ മുഅല്ലിമത്തിന്റെ പേരാണ് അൽ ഉസ്താദ ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന ആ മുഅല്ലിമത്തിന്റെ ചുറ്റും വിദ്യാർത്ഥികൾ ഒരുമിച്ചുകൂടി. ഫിൽ ഫനായി, കോർട്ട്യാർഡിൽ, സ്കൂളിന്റെ മുറ്റത്ത്, അല്ലെങ്കിൽ വേറെ ഇറ്റ് സ്കൂളിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടി. എന്നിട്ട് യതഹദ്ദസ്ന, അവര് സംഭാഷണം ചെയ്യുന്നു, അവര് പറയുന്നു. മാഹ, ആ ഉസ്താദിന്റെ കൂടെ. ഫി സആദത്തിൻ, വളരെ ഹാപ്പി ആയിട്ട്. വഹിയ തകല്ലംന, അവർ സംസാരിക്കുന്നു. ആ ഉസ്താദ സംസാരിക്കുന്നു. അൽ മുഅല്ലിമ, മുഅല്ലിമ ആദ്യം സംസാരിക്കുന്നു. കൈഫ ഖളൈത യൗമ അംസ് യാ സമീറ, സമീറ എന്ന് പറയുന്ന കുട്ടിയോടാണ് മുഅല്ലിമ ചോദിക്കുന്നത്. കൈഫ ഖളൈത യൗമ അംസ്, യൗമ അംസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ. യൗമ അംസ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ദിവസം നീ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്? യാ സമീറ, സമീറോട് ചോദിക്കുകയാണ്. അപ്പൊ സമീറ ഉത്തരം പറയാണ്. സമീറ, ഖറഅതു, ഞാൻ വായിച്ചു. ഖിസ്സത്തൻ മുസ്ലിയത്തൻ, വളരെ എന്റർടൈൻഡ് ആയിട്ടുള്ള ഒരു കഥ വായിച്ചു. വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു കഥ വായിച്ചു. അനിൽ ഖായിദ് ഖാലിദ് ബിനുൽ വലീദ്, ഖാലിദ് ബിനുൽ വലീദ് എന്ന് പറയുന്ന സൈന്യാധിപനെ സംബന്ധിച്ചുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ വായിച്ചു. അപ്പൊ മുഅല്ലിമ ചോദിക്കാണ്. വാന്തയ ഫളീല, ഫളീല എന്ന കുട്ടിയോട് ചോദിക്കാണ്, നീ എന്താണ് ചെയ്തത് ഇന്നലെ? ഫളീല പറയാണ്. കുന്തു മാ അഹ്ലി ബി സിയാറത്തിൻ ആയിലിയത്തിൻ, ഞാൻ എൻ്റെ വീട്ടുകാരോട് ഒരുമിച്ച്. കുന്തു ബി സിയാറത്തിൻ, ഞാൻ സിയാറത്ത് ചെയ്തു, ഞാൻ സന്ദർശിച്ചു. ഒരു സിയാറ ആയിലിയ എന്ന് പറഞ്ഞ ഫാമിലി വിസിറ്റ് ചെയ്തു. ഞാൻ എൻ്റെ അഹ്ലുകാരോടൊപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ ഒരു ഫാമിലി വിസിറ്റ് ചെയ്തു. അൽ മുഅല്ലിമ, മുഅല്ലിമ വീണ്ടും ചോദിക്കുകയാണ്. മാതാ ഫഅൽത യാ സൈനബ്, സൈനബ നീ എന്ത് ചെയ്തു ചോദിക്കണം. സൈനബ്, കതബത്തു ഇദ്ദത്ത റസായില, ഞാൻ കുറെ കത്ത് എഴുതി. ലി സിദീഖാത്തി, എൻ്റെ സ്നേഹിതകൾക്ക്. ഫി സഊദിയ വ മിസർ, സൗദിയിലും മിസറിലും ഉള്ള എൻ്റെ സ്നേഹിതകൾക്ക് ഞാൻ കുറച്ച് എഴുത്തുകൾ എഴുതി. അൽ മുഅല്ലിമ, മുഅല്ലിമ വാന്തയ ശ്രദ്ധ, ശ്രദ്ധയോട് ചോദിക്കാണ്. അപ്പൊ ശ്രദ്ധ ഉത്തരം പറയാണ്.
സാഅത്തു ഞാൻ സഹായിച്ചു. സാഅദത്തു സാഅദത്തു സായദ എന്നുള്ള ഫിയലാണ്. അപ്പൊ സാഅദത്തു ഞാൻ സഹായിച്ചു ഉമ്മി എന്റെ ഉമ്മയെ ഫി ഏതാദി വലീമ ഒരു ഫീസ്റ്റ് തയ്യാറാക്കുന്നതില്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ കബീറ വലിയൊരു ഫീസ്റ്റ് തയ്യാറാക്കുന്നതില്. അൽ അസ്ദിഖ ലിൽ അസ്ദിഖ ലി അസ്ദിഖാഇ വാലിദി എന്റെ വാലിദിന്റെ എന്റെ ഉപ്പാടെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരു വളരെ ഒരു പാർട്ടി തയ്യാറാക്കുന്നതിൽ ഞാൻ എന്റെ ഉമ്മയെ സഹായിച്ചു. അപ്പൊ ആയിഷ ചോദിക്കാണ് ആരോട്? ഉസ്താദ ഫാത്തിമയോട് ചോദിക്കണം. വാന്തയാ ഉസ്താദ ഫാത്തിമ, ഫാത്തിമ നിങ്ങളെ എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് ആയിഷ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ചോദിക്കാണ്. ഹൽ ഖളൈത ഇജാസ സഈദത്തൻ, നിങ്ങള് ഇജാസ വെക്കേഷൻ വളരെ ഹാപ്പി ആയിട്ട് ചെലവഴിച്ചോ? ഹൽ ഖളൈത ഇജാസത്തൻ, ഇജാസ വെക്കേഷൻ ചെലവഴിച്ചോ? സഈദത്തൻ വളരെ ഹാപ്പി ആയിട്ട്. അൽ മുഅല്ലിമ ഉത്തരം പറയാണ് നാം, അതെ. സഹസ്തു തിസ്ഈന ദഫ്തറൻ, തിസ്ഈന എന്ന് പറഞ്ഞാല് 90 ദഫ്തർ ഞാൻ കറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബുക്കുകൾ 90 ബുക്കുകൾ ഞാൻ കറക്റ്റ് ചെയ്തു. വഅദത്തു ദുറൂസൽ ഉസ്ബുഅൽ മുഖ്ബലി, ഞാൻ പ്രിപ്പയർ ചെയ്തു. വഅദത്തു ഞാൻ പ്രിപ്പയർ ചെയ്തു. ദുറൂസൽ ഉസ്ബുഅൽ മുഖ്ബലി വരുന്ന ആഴ്ച പഠിപ്പിക്കാനുള്ള പാഠം ഞാന് പ്രിപ്പയർ ചെയ്തു. അഅദത്തു ദുറൂസൽ ഉസ്ബുഅൽ മുഖ്ബിൽ, ഉസ്ബുഅൽ മുഖ്ബിൽ എന്ന് പറഞ്ഞാല് കമ്മിങ് വീക്ക്. അപ്പൊ ആയിഷ പറയാണ് യാ ലഹാ മിൻ ഇജാസ, എന്ത് എന്ന് പറഞ്ഞാൽ എന്ത് നല്ലൊരു വെക്കേഷൻ ആയിരുന്നു. കാരണം എല്ലാവരും അത് വളരെ ഉപകാരപ്രദമായിട്ടും ഒക്കെ ചെലവഴിച്ചു. അപ്പൊ യാ ലഹാ മിൻ ഇജാസ എന്നുള്ള ഒരു 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 ഫ്രൈസ്, അത് മാ അഹ്സന ഇജാസ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു പ്രയോഗമാണത്. അപ്പോ അതാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും കഴിഞ്ഞു. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.